ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു നോമ്പ് തുറ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് ചിക്കൻ കഴിച്ച് നമുക്കൊരു മടുപ്പ് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു കണവ കൊണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന്. റെസിപ്പി വേറെ ഒന്നുമല്ല, കണവ ഫ്രൈ ആണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുതായിട്ടൊന്ന് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കി വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ഓട്സാണ്. അപ്പോൾ ഓട്സ് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ഓട്സ് എടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാൻ. അതിനുശേഷം മോളിൽ പോയി കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ വൈകുന്നേരം വീണ്ടും താഴെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇത് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കാരമലൈസ് ചെയ്യും. ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കുക അതുപോലെ. എന്നിട്ട് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയല്ല, ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ശർക്കര നന്നായിട്ട് അലിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഓട്സ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് ഡേറ്റ്സും അതുപോലെ ചോക്ലേറ്റും പിന്നെ കിസ്മിസും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിൾ കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ നോമ്പ് തുറയ്ക്കുള്ള സ്പെഷ്യൽ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഒരു ഗ്ലാസ്സും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുട്ട എടുക്കും, എന്നിട്ട് അതൊരു ബുൾസൈ അടിക്കും, എഗ് ബുൾസൈ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കണവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ സന്ധ്യയായി, നോമ്പ് തുറക്കേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ കണവ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനത് അടച്ച് വെച്ചേക്കും. രാത്രി ഒന്നുകൂടെ ചൂടാക്കിയിട്ടായിരിക്കും ഞാനത് കഴിക്കുന്നത്. അപ്പോൾ ബാങ്ക് വിളി കേൾക്കേണ്ട സമയമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറുകയാണ്. അങ്ങനെ ബാങ്ക് വിളിച്ചു, അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറന്നു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതി. അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു. വീണ്ടും കടുപ്പത്തിലുള്ള നല്ല കാരമലൈസ്ഡ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഉണ്ടാക്കി കുറച്ച് ഇഞ്ചി ഏലക്കയും കൂടി ഇട്ട് കൊടുത്തു. അടിപൊളി ചായ ആയിരുന്നു, സൂപ്പർ. അതിനുശേഷം രാത്രിയായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറും കണവ പൊരിച്ചതും പിന്നെ കുറച്ച് തൈരും കൂട്ടി കഴിക്കാമെന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.